ആര്യവേപ്പ് വളരെ കൂടുതൽ ഔഷധ മൂല്യമുള്ള ഒരു ഔഷധ സസ്യമാണ് ആര്യവേപ്പ്. ഇന്ത്യയിൽ എല്ലായിടത്തും വ്യാപകമായി കണ്ടുവരുന്നു. വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ ആയുർവേദത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ചെടിയാണ് ആര്യവേപ്പ്. സംസ്കൃതത്തിൽ അരിഷ്ട, നിഭം, മന്നം, അഭിവാദന, തീക്ഥം തുടങ്ങിയ നാമങ്ങളിൽ അറിയപ്പെടുന്നു. നീം എന്നാണ് ആര്യവേപ്പിന്റെ ഇംഗ്ലീഷ് നാമം. മിലിയോസി എന്ന സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന അംഗമാണ് ആര്യവേപ്പ്. ആര്യവേപ്പിന്റെ ശാസ്ത്രീയ നാമം അസാട്രിക്കാറ്റ ഇൻഡിക്ക ജസ് എന്നാണ്. 12 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഇടത്തരം വൃക്ഷമാണിത്. ആര്യവേപ്പിനെ നിത്യഹരിത സസ്യ വിഭാഗത്തിൽ പെടുത്താമെങ്കിലും ചിലപ്പോൾ ഇലകൾ പൊഴിക്കുന്നതായും കണ്ടുവരുന്നു. ഇതിന്റെ ഇലകൾ നല്ല കയ്പുള്ളവയാണ്. 3 തരത്തിലുള്ള വേപ്പിനെ പറ്റി ആയുർവേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. 1. അസഡ്രിക് ഇൻഡിക്ക. 2. മീലിയ ജുബൈക്കൈ. 3. മുറായ കോയിങ്ക ക്വസ്. ആര്യവേപ്പിന്റെ പുഷ്പങ്ങൾ കുലകളായാണ് കാണപ്പെടുന്നത്. ഇവ ദ്വലിംഗ പുഷ്പങ്ങളാണ്. ആര്യവേപ്പിന്റെ പൂക്കൾക്ക് വെളുത്ത നിറമാണുള്ളത്. ആര്യവേപ്പിന്റെ ഫലം പാകമാകുമ്പോൾ പച്ച കലർന്ന മഞ്ഞ നിറത്തോടു കൂടിയതാകും. ആര്യവേപ്പിന്റെ ഫലത്തിനുള്ളിൽ ഒറ്റ വിത്തുവാണുള്ളത്. വിത്തുപാകിയാണ് ആര്യവേപ്പ് നട്ടുവളർത്തുന്നത്. മരപ്പട്ട, ഇല, എണ്ണ എന്നിവയാണ് ആര്യവേപ്പിന്റെ ഔഷധയോഗ ഭാഗങ്ങൾ. രസമാണെങ്കിൽ തിക്തവും, ഗുണമാണെങ്കിൽ ലഘുവും സ്നിഗ്ധവും, വീര്യമാണെങ്കിൽ ഉഷ്ണവും വിഭാഗവും, കടു എന്നിങ്ങനെയാണ് ആയുർവേദത്തിൽ ആര്യവേപ്പിന്റെ രാസാദി ഗുണങ്ങൾ. ആര്യവേപ്പിന്റെ ഇലയും തൊലിയിലും മാർഗോസിൻ എന്ന ആൽക്കലോഡ് അടങ്ങിയിരിക്കുന്നുണ്ട്. ആര്യവേപ്പിന്റെ വിത്തിൽ നിന്നുമാണ് വേപ്പെണ്ണ വേർതിരിച്ചിരിക്കുന്നത്. ആര്യവേപ്പിന്റെ തൊലിയും എണ്ണയിലും നിംബനിൻ, നിൻട്രോണിൻ, നിംബിൻ, നിംബസ്ട്രിയോൾ എന്നീ രാസഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആര്യവേപ്പിന്റെ ഉപയോഗം കുഷ്ഠം, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ശമനമുണ്ടാക്കുന്നു. രക്തശുദ്ധിക്ക് ആര്യവേപ്പ് ഗുണമായി വർദ്ധിക്കുന്നു. പിത്തം, കഫം എന്നിവ കുറയ്ക്കുന്നു. വിത്തിൽ നിന്നെടുക്കുന്ന തൈലം ഉദരക്രിമികളെ നശിപ്പിക്കും. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ മഞ്ഞപ്പിത്തം, ഉദരത്തിലെ കൃമിശല്യം എന്നിവയ്ക്ക് ആര്യവേപ്പ് മികച്ച ഔഷധമാണ്. മഞ്ഞപ്പിത്തം, ഉദരത്തിലെ കൃമിശല്യത്തിനും മലവേപ്പിന്റെയോ ആര്യവേപ്പിന്റെയോ ഇലയുടെ നീര് 10 മില്ലി എടുത്ത് അത്ര തന്നെ തേനും ചേർത്ത് 2 നേരം 3 ദിവസം തുടർന്ന് കഴിക്കുന്നത് ഉത്തമമാണ്. ആര്യവേപ്പിന്റെ വിത്തിൽ നിന്നെടുക്കുന്ന തൈലം ഉദരക്രിമികളെ സമീപിക്കുന്നതാണ്. വേപ്പെണ്ണയിൽ അത്രയും തന്നെ ആവണക്കെണ്ണ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഉദരത്തിലെ കൃമിയെ നശിപ്പിക്കും. മഞ്ഞളും വേപ്പിലയും കൂടി അരച്ച് കുഴമ്പുരത്തിൽ വിഷജന്തുക്കൾ കടിച്ച മുറിവായിൽ പുരട്ടുന്നത് വിഷശമനത്തിന് നല്ലതാണ്. ആര്യവേപ്പിലയിട്ട് തിളപ്പിച്ചെടുത്ത് വെള്ളത്തിൽ സ്ഥിരമായി കുളിക്കുന്നത് മുടി കൊഴിച്ചിൽ, താരൻ എന്നിവയെ ശമിപ്പിക്കുന്നതിന് നല്ലതാണ്. വേപ്പില ചർമ്മരോഗങ്ങൾ അകറ്റുന്നതിന് വളരെ നല്ല ഫലം തരുന്നു. വേപ്പിലയും മഞ്ഞളും ചേർത്തുള്ള കുഴമ്പ് ലോപനവുമായി ഉപയോഗിക്കുന്നത് ചൊറി, ചിരങ്ങ എന്നിവയ്ക്ക് വളരെ ഉത്തമമാണ്. മസൂരി, ചിക്കൻ പോക്സ്, രോമാന്തിക എന്നീ രോഗങ്ങൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന സാധാരണമാണല്ലോ. അപ്രകാരം അനുഭവപ്പെടുമ്പോൾ വേപ്പില കൊണ്ട് തൊലിപ്പുറം ഉരസുന്നതും കിടക്കയിൽ വേപ്പിലകൾ വിതറിയിട്ട് അതിനു മുകളിൽ രോഗികൾ കിടക്കുന്നതും ഉത്തമമാണ്. തീ കൊണ്ടുള്ള പൊള്ളലിന് ആര്യവേപ്പില അരച്ചു പുരട്ടുന്നത് വിഷമാവസ്ഥകൾ കുറയ്ക്കും. വേപ്പിലയുടെ നീര് 10 മില്ലി വീതം ദിവസം 3 നേരം സേവിച്ചാൽ വാതരോഗത്തിന് ഒരു ശമനമുണ്ടാകും.